വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം 1 ദിനവൃത്താന്തം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 21 അധ്യായം 1 വാക്യം. ദാവീദ് നോബിൽ പുരോഹിതനായ അഹീമേലെക്കിൻ്റെ അടുക്കൽ ചെന്നു. നോബിലെ പുരോഹിതനായിരുന്നു അഹീമേലെക്ക്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അഹീത്തൂബ് ആയിരുന്നു. എൻ്റെ സഹോദരൻ രാജാവ് എന്നതാണ് അഹീമേലെക്ക് എന്ന പേരിൻ്റെ അർത്ഥം. വേദപുസ്തകത്തിൽ മറ്റു പലർക്കും ഈ പേര് കാണുന്നുണ്ട്. ബെന്യാമീൻ ഗോത്ര പ്രദേശത്തുള്ള ഒരു സ്ഥലമായിരുന്നു നോബ്. മതപരമായി വളരെ പ്രധാനപ്പെട്ട സ്ഥലവും 85 പുരോഹിതന്മാർ അധിവസിച്ചിരുന്ന കേന്ദ്രവും ആയിരുന്നു നോബ്. നോബിൽ കാഴ്ചയപ്പം, ഏഫോദ്, ഗോലിയാത്തിൻ്റെ വാൾ എന്നിവ സൂക്ഷിച്ചു വച്ചിരുന്നതായി പറയപ്പെടുന്നു. യെരുശലേമിന് സമീപമായിരുന്നു നോബ് എന്ന പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. ശൗലിനെ ഭയന്ന് ദാവീദ് ഓടിപ്പോകുമ്പോൾ നോബിലെ പുരോഹിതനായ അഹീമേലെക്കിൻ്റെ അടുക്കൽ എത്തുന്നു. എന്നാൽ അഹീമേലെക്ക് പുരോഹിതൻ സംഭ്രമത്തോടെ ദാവീദിനെ എതിരേറ്റ് കാര്യങ്ങൾ തിരക്കുന്നു. 1 ശമൂവേൽ 21 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അഹീമേലെക്ക് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റ് അവനോട് ആരും കൂടെയില്ലാതെ തനിച്ചു വന്നത് എന്ത് എന്ന് ചോദിക്കുന്നു. എന്നാൽ അവിടെ ദാവീദ് പറയുന്നത്, രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു, ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യമൊന്നും ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് വളരെ വിശന്ന് വലഞ്ഞ് അഹീമേലെക്കിൻ്റെ അടുക്കലെത്തിയ ദാവീദ് അദ്ദേഹത്തോട് ഭക്ഷണം ആവശ്യപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. 5 അപ്പം അല്ലെങ്കിൽ തൽക്കാലം കൈവശമുള്ളത് എന്തെങ്കിലും തരയണം എന്ന് ദാവീദ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ഭക്ഷണ വസ്തുക്കൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിനാൽ പുരോഹിതനായ അഹീമേലെക്ക് വിശുദ്ധമായ അപ്പമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ദാവീദ് രാജാവിനോട് പറയുകയും തുടർന്ന് അവിടെ സൂക്ഷിച്ചു വച്ചിരുന്ന കാഴ്ചയപ്പം എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ വിവരം അറിഞ്ഞ ശൗൽ രാജാവ് പുരോഹിതനായ അഹീമേലെക്കിനെയും നോബിലെ എല്ലാ പുരോഹിതന്മാരെയും വിളിച്ചു വരുത്തി അവർക്ക് വധശിക്ഷ കൽപ്പിക്കുകയും ചെയ്യുന്നു. 1 ശമൂവേൽ 22 അധ്യായം 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ യഹോവയുടെ പുരോഹിതന്മാരുടെ നേരെ കൈയെടുക്കുവാൻ രാജാവിൻ്റെ സേവകർക്ക് അവിടെ മനസ്സു വരുന്നില്ല. അതിനാൽ ശൗൽ രാജാവ് ഒരു ഏദോമ്യനെ കൊണ്ട് അവരെ എല്ലാം കൊല്ലുവാൻ ചുമതലപ്പെടുത്തുന്നു. എന്നാൽ അതിൽ നിന്നും അഹീമേലെക്കിൻ്റെ മകനായ അബ്യാഥാർ മാത്രം രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സംഭവം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2 അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6 അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിലും കാണപ്പെടുന്നു. അവിടെ ശബത്ത് ആചരണത്തെക്കുറിച്ചുള്ള വാദപ്രതിവാദത്തിൻ്റെ സന്ദർഭത്തിൽ യേശു അത് ഇപ്രകാരം ചൂണ്ടിക്കാണിക്കുന്നു. നോബിലെ പുരോഹിതൻ ദാവീദിന് സംരക്ഷണം നൽകിയ കാരണത്താൽ ശൗൽ നോബിലെ ജനത്തെയും പുരോഹിതന്മാരെയും കൊന്നുകളഞ്ഞു എന്ന്. പ്രിയ ദൈവജനമേ, സംരക്ഷണം അത് അർഹിക്കുന്നവർക്ക് നൽകുവാൻ നാം എന്നും ബാധ്യസ്ഥരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സമൂഹത്തിൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാൻ ഞങ്ങളെ എപ്പോഴും ഒരുക്കണമേ. ആമേൻ.